ഓക്കെ ജഡ്ജസ്, യെസ് അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? അതെ, സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ തുടങ്ങുന്നതിന് മുന്നേ ഒരു 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 സുന്ദരിയെ നമ്മുടെ മുമ്പിൽ കാണുന്നില്ലേ? അതാ എവിടെ? എന്റെ പാറുകുട്ടി സാരി ഉടുത്തിരിക്കുന്നു. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ. ഇപ്പഴാ കണ്ടത് കേട്ടോ പാറു. അയ്യോ നന്നായിട്ടുണ്ട്. അയ്യോ എടാ സുന്ദരിയാന്ന് നമ്മള് പറഞ്ഞു ബോറടിച്ചു. അതുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ നിനക്ക് ചേരുന്നുണ്ട് നന്നായിട്ട്. ഇല്ലേ MG സാർ? ഞാൻ ആദ്യമായിട്ടാണ് സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ സാരി ഉടുക്കുന്നത്. ഞാൻ ജൂനിയറിൽ ഉടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. വളരെ നല്ല ഭംഗിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെന്നാ ഇത്? അതല്ലേ നമ്മുടെ MG റോഡിലെ കല്യാൺ സിൽക്സിൽ നിന്ന് ഞാൻ പോയി എടുത്തതാണ്. ഞാനിങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു കല്യാൺ സിൽക്സിൽ കോട്ടൺ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ സാരി ഉടുക്കണമെന്ന് കൊറേ, കാരണം സീനിയേഴ്സ് ഒക്കെ ആയല്ലോ, അപ്പൊ എനിക്കിനി സാരിയൊക്കെ ഉടുക്കാലോ. തീർച്ചയായും. അപ്പൊ ഞാൻ വെച്ചു കോട്ടൺ സാരികളാകുമ്പോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഉടുക്കാൻ. അപ്പൊ കല്യാണത്തിലാകുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഞാൻ പോയിട്ട് ഇത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചത് ആരെയാന്നറിയോ? എന്നെ. അല്ല, അവിടെ മെൻസിനും ഉണ്ട് കേട്ടോ. കോട്ടൺ ഫെസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയ ഷർട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് മഞ്ജരി ചേച്ചി, കാരണം ചേച്ചിക്ക് സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ, ചേച്ചി ഇവിടെ കോട്ടൺ ഫെസ്റ്റ് നടക്കാണ്, വേഗം വന്ന നല്ല, അതായത് നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല സാരീസ് വാങ്ങാന്ന് ഞാൻ ചേച്ചിനെ വിളിച്ചു പറഞ്ഞു. അങ്ങോട്ട് നോക്ക്. ഓഹോ, അതാണോ ഇത്? അത് കല്യാണിന്ന് ചേച്ചി പോയതാ. ചേച്ചി എങ്ങനെ ഉണ്ടായി കളക്ഷൻസ് ഒക്കെ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കളക്ഷൻസ്. സ്പെഷ്യലി സാരിയിൽ എന്ന് പറഞ്ഞാല് കളേഴ്സ് കാണുമ്പോഴേ എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അപ്പൊ കല്യാൺ സിൽക്സിൽ കോട്ടൺ ഫെസ്റ്റ് നടക്കാണ്, എല്ലാരും പോയിട്ട് പർച്ചേസ് ചെയ്യും. അപ്പൊ എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാരി ഉടുത്ത് വരാം. കൊടുക്കണം, പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ അച്ചുകുട്ടി അവിടെ നല്ല സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് റെഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ അച്ചു ആൻഡ് ടീമാണ് വരാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അശ്വതി. വെൽക്കം അശ്വതി. செல்வி, நீ என்னங்க? பிரியா எங்க? நீ எப்படி உள்ள வந்த? என்ன மாமா, கல்யாண ராத்திரியில உன் முறை பண்ண பார்த்தது ஷாக் ஆயிட்டியா? பால் கிளாஸ் எல்லாம் கையில வச்சிருக்க. செல்வி, தேவ் செஞ்ச சீன் கிரியேட் பண்ணாத. நடந்ததெல்லாம் முடிஞ்சு போச்சு. அவ பாவம், அவளை இதுல இழுக்காத. கடந்ததெல்லாம் முடிஞ்சு போச்சா? அப்ப எனக்கு கொடுத்த சத்தியம் மறக்க மாட்டேன் செல்வி. உன்னதான் கட்டுவேன். நீ என் மோகவல்லின்னெல்லாம் சொன்னியே, கடைசியில பணத்துக்காக வேறொருத்திய கட்டினப்போ நான் உனக்கு பாவமா தெரியலையாடா? அது வீட்டாளுங்க கம்பல் பண்ணதால நடந்தது. எனக்கு வேற வழி தெரியல செல்வி. வற்புறுத்துனாங்களா? அட துரோகி, என் வாழ்க்கையை அழிச்சிட்டு நீ இங்க மல்லிகைப்பூவுக்கு நடுவுல சுகமா இருக்க போறியா? இந்த ராத்திரி உனக்கு ஃபர்ஸ்ட் டேட் இல்லடா, இது உன் வாழ்க்கையோட கருப்பு ராத்திரியா இருக்கும். ஏ செல்வி, தோ பிரியா வரா, சீக்கிரம் எங்கேயாவது போய் ஒளிஞ்சிக்கோ. நான் உன்னை கல்யாணம் பண்ணிக்கிறேன். தயவு செஞ்சு நீ இப்ப கிளம்பு. முடியாது, நான் இந்த கட்டிலுக்கு அடியில தான் இருப்பேன். ஏதாவது சொல்லி அவளை வெளியே அனுப்பு. செல்வி, நீ இப்ப போ. പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജാ, അവർ പഴക്കത്തിലെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജാ. പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജാ, അവർ പഴക്കത്തിലെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജാ. യാരമ്മ അത് യാരമ്മ, യാരമ്മ அது யாரம்மா. பாலக்காட்டு ராஜாவுக்கு ஒரு அப்பாவி ராணி, அவ சேல கட்டா பார்த்தா போதும் அம்மாமி பாணி. பாலக்காட்டு ராஜாவுக்கு ஒரு அப்பாவி ராணி, அவ சேல கட்டா பார்த்தா போதும் அம்மாமி பாணி. யாரம்மா அது யாரம்மா, யாரம்மா அது யாரம்மா.
പൂജയിലെ ഈശ്വരനിൻ പള്ളിയെ കണ്ടാരാം മരക്കിഴയിൽ അനിലിരണ്ട് കാടിട കണ്ടാരാം രാജാ മനസ്സുക്കുള്ളേ പുതിയതൊരു അനുഭവം കൊണ്ടാരാം ഏനമ്മ 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 ஏனம்மா பரமசிவன் சக்தியையோர் பாதியில் வைத்தார் அந்த பரமகுரு ரெண்டு பக்கம் தேவியை வைத்தார் பார்க்கடலில் மாதவனோ பக்கத்தில் வைத்தார் ராஜா பத்மநாபன் ராணியை தன் நெஞ்சினில் வைத்தார் யாரம்மா அது நானம்மா யாரம்மா அது நானம்மா பாலக்காட்டு பக்கத்திலே ஒரு பாவி ராஜா அவர் பழக்கத்திலே குழந்தையை போல் ஒரு மாஞ்சி ராஜா பாலக்காட்டு ராஜாவுக்கு ஒரு அப்பாவி ராணி அவ சேல கட்டா பார்த்தா போதும் அம்மாமி பாணி யாரம்மா அது யாரம்மா யாரம்மா அது யாரம்மா അച്ചു ആൻഡ് ടീം സൂപ്പർ ആയിരുന്നു കേട്ടാ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എനിക്ക് നാണുണ്ടോ വേറൊരാളുടെ ഭാര്യ ഇരുന്നിട്ട് വേറെ ആളെ കൊണ്ട് റൂമിൽ കയറ്റാനായിട്ട്? ഇതൊക്കെ ആരാ പരിചയപ്പെടുത്ത്? ഇത് നീരജ ചേച്ചിയാണ്, എന്റെ കസിനാണ്, അച്ഛന്റെ ചേച്ചിയുടെ മോളാണ്. ഇത് അമൃത, ഓക്കെ, എന്റെ കസിൻ തന്നെയാണ്, അച്ഛന്റെ അനിയന്റെ മോള്. ഓക്കെ, കൊടുക്ക. എന്താ നിങ്ങളെ പരിചയപ്പെടുത്ത, എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റർ ആണ്. ഓക്കെ, തൃശ്ശൂർ തന്നെയാണ്. ഓക്കെ, കൊള്ളാം. ഞാനിപ്പോ ലോജിസ്റ്റിക്സ് ഡിപ്ലോമ കഴിഞ്ഞിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. ഗുഡ് ഗുഡ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. ശരത് സാർ, എന്തോ ബോറായിട്ടായോ പാടിയത്? കാര്യം നല്ലൊരു പാട്ട് എടുത്തോണ്ട് വന്ന് ഇത്ര പരമ ബോറായിട്ട് അത് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാല് മഹാവൃത്തികേടാ. ഓക്കെ സാർ. അവൾക്കറിയില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ ഓക്കെ സാർ, ഓക്കെ, കൂൾ. എന്ത് വേണം പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഭ്രാന്താന്നാണോ വിചാരം? അവിടെ നിന്ന് അടിക്കുന്നിന്നെ. ചക്കര നല്ല പാട്ട് സെലക്ഷൻ കേട്ടോ. കാര്യം അത് പറയാതിരിക്കാൻ വയ്യ. അത് പ്രത്യേകിച്ച് എൻ്റെ അടുത്തൊരു ജീവൻ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് ഞാൻ നോക്കുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട്. അതെന്താ സാർ? അയ്യോ, ആ കണ്ണാടി ഊരി വെച്ചോ, അപ്പം പിന്നെ കുഴപ്പമില്ല, അപ്പം നോക്കാം. അല്ല, അതൊന്ന് വെച്ച് കാണിക്കുമോ? മാരുതി വാനില്ലേ പഴയ, അതുപോലെ ഇരിക്കുന്നു. ഓംനി ഇപ്പൊ അല്ല, പക്ഷെ നന്നായിട്ടുണ്ട് മഞ്ജരി. അല്ല മഞ്ജരി നന്നായിട്ടുണ്ട്. വെരി നൈസ്. തലക്കിട്ടൊരു അടി തന്നിട്ടേ പിന്നെ പറഞ്ഞാ നന്നായിരിക്കും കേട്ടോ, നല്ല തലേന്ന്, നല്ല തലേന്ന്. അല്ല സാർ, ചേച്ചിയുടെ കോസ്റ്റ്യൂം എന്താ ഇവരൊക്കെ മാച്ചിങ് ആണ്. എന്തായാലും ചേച്ചി ഇതുപോലെ ഡ്രൈപ്പ് ചെയ്യും. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഇവരുടെ കൂടെ ഒരു പെർഫോമൻസ്, ഫുൾ പെർഫോമൻസോ പറയണേ. ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാനും വരാം സാർ. അല്ല, ചേച്ചിയുടെ ഒറ്റയ്ക്ക് കാണണം ഞങ്ങക്ക്. അല്ല, തീർച്ചയായിട്ടും അതൊക്കെ കാണാം. അതിനാ മഞ്ജരി അതൊക്കെ കഷ്ടപ്പെട്ട് ധരിച്ചോണ്ട് വന്നിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അത് നല്ല രസമുള്ള പാട്ട്. എപ്പോൾ കേട്ടാലും നമുക്കൊരു ഗും വരുന്ന ആ ഏനമ്മായി തന്നെ. നമ്മുടെ ഏനമ്മയാണ് ഹുക്ക്. സാധാരണ നമ്മളിപ്പോൾ ഉള്ള പാട്ടുകളുടെ ഹുക്ക് ലൈനൊക്കെ മുകളിലാണ്, ഇത് താഴെ തന്നെ. പക്ഷെ എന്ത് രസമാണ്, നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ എനിക്കിതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ആ ഇപ്പോൾ ഈ അനുപല്ലവി ആണെങ്കിൽ ചരണമാണെങ്കിൽ ആ സ്റ്റാർട്ട് ഒരു ഗുണമില്ലാത്ത തുടക്കമായിരുന്നു. റാണി നാനും ആ മുകളിലുള്ള പോർഷനൊക്കെ ഇപ്പോഴും ആ ബ്രിഡ്ജിങ് അങ്ങോട്ട് സുഖമാവുന്നില്ല. നമുക്ക് അതൊന്ന് പാടിയാലോ, ഒരു ധൈര്യം. ഇപ്പം മാർക്കണ്ടൊക്കെ ഞങ്ങൾ ഇട്ടു, ഇനി ചിരിച്ചോണ്ട് ആ ലൈനൊന്ന് പാടിക്കേ. അതിന് മുമ്പിലുള്ള ലൈൻ പാടിയിട്ട്. പാലിരുക്കും പഴമിരുക്കും പള്ളിയറയിലേ அந்த பாப்பாவுக்கும் ராஜாவுக்கும் சாந்தி முகூர்த்தம். ഒന്ന് ചിരിക്ക്. ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? என்னவென்று ராணியை கேட்டாராம். ராணி தானும் அந்த கேள்வியை ராஜாவே கேட்டாளாம். ஏனம்மா அது ஏனம்மா ஏனம்மா നന്നായിട്ടുണ്ട്. ஏனம்மா அது ஏனம்மா.
അത് ഏതാ? താനേ നീ ദേ ദേ തരാ. അത് ഒരെണ്ണം അങ്ങനെ ആയിപ്പോന്നു. അതെന്താണ്? അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്തത്. ശരിയാക്കണം. അത് ഇപ്പൊ കുഴപ്പമില്ലായിരുന്നല്ലോ ആ മുകളിൽ പാടിയത്. അല്ല ശരിയാവുമായിരുന്നു, പിന്നെ പക്ഷെ ഇപ്പൊ പോയതാ ചെറുതായി. അതുപോലെ പാർക്കടലിൽ മാധവനോ അതൊന്ന് പാടാമോ? பரமசிவன் சக்தியையோர் பாதியில் வைத்தால் அந்த பரமகுரு ரெண்டு பக்கம் தேவியை வைத்தாய். பார்க்கடலில் மாதவனோ பக்கத்தில் வைத்தால் ராஜா பத்மநாபன் ராணியதன் நெஞ்சினில் வைத்தால். വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്. പിന്നെ ഇവർ രണ്ടുപേരും നല്ല സ്വഭാവമുള്ള രണ്ടുപേര്. ഇത്രയും നല്ല നല്ല ചിരിയുള്ള ഒരു പെങ്കൊച്ചിനെ വെച്ചിട്ട് വേറെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരിടത്തിനെ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരുത്തിയിട്ട് അതിന് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൊള്ളായിരുന്നു കേട്ടോ. നൈസ്. അപ്പോൾ ചിരി കൊടുക്കേ. സാർ ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. ഒന്ന് ചെറുത്തിച്ചോളുക. പക്ഷെ Okay, sir. മൊത്തം നല്ല രസമായിരുന്നടാ കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. അച്ചു സാർ അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സാർ. ഞാൻ ഓഫ് കോഴ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞു. എനിക്ക് അനുപല്ലവി ചരണം രണ്ടിൻ്റെയും ബിഗിനിങ് ആ ഒരു 2 വേർഡ്സ് ഒന്ന് പാളി. പിന്നെ അത് പറഞ്ഞ പോലെ ഇത്രയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു പെർഫോമൻസ് റൗണ്ട് കൂടിയാണല്ലോ. നിങ്ങളെല്ലാവരും കലക്കി കേട്ടോ. ആ ഒരു ഹോൾ ആക്ട് ഭയങ്കര രസമായിരുന്നു. നമ്മൾ സാധാരണ ഒരു 10-20 പേരാണ് സ്റ്റേജിൽ കാണാറ്. പക്ഷെ ഇത് ഈ 3 പേരെ കൊണ്ട് തന്നെ നല്ല കളറായിരുന്നു ആ ഒരു ഹോൾ ആക്ട്. നല്ല കോൺസെപ്റ്റുമായിരുന്നു. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. അത്രേ ഉള്ളൂ മോനെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. താങ്ക് യു സർ. അശ്വതി സാർ സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ പറഞ്ഞ പോലെ അനുപല്ലയും ചരണവും ഒക്കെ കുറച്ചൊക്കെ ജമ്പ് വന്നു. പിന്നെ ഇടയ്ക്ക് ആ താളം അവർ പഠിത്ത അവിടെ താളത്തിന് ഇത്തിരി വ്യത്യാസം വന്നു. പക്ഷെ പിന്നെ പാടിച്ചപ്പോഴത്തേക്ക് അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. പറയാതിരിക്കാൻ പറ്റില്ല ഏട്ടാ. എനിക്ക് സത്യത്തിൽ ഒന്നുകൂടെ കേൾക്കാൻ തോന്നുന്നു. ആ പല്ലവി ഒന്ന് കേൾക്കട്ടെ. പാലക്കാട് പക്കത്തിലെ ഒരു അപ്പാവി രാജ, അവർ പഴക്കത്തിലെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജ. പാലക്കാട് പക്കത്തിലെ ഒരു അപ്പാവി രാജ, അവർ പഴക്കത്തിലെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജ. യാരമ്മ അത് യാരമ്മ, യാരമ്മ അത് യാരമ്മ. പാലക്കാട്ട് രാജാവുക്ക് ഒരു അപ്പാവി റാണി, അവ சேல கட்ட பார்த்தா போதும் அம்மாமி பாணி. பாலக்காட்டு ராஜாவுக்கு ஒரு அப்பாவி ராணி, அவ சேல கட்ட பார்த்தா போதும் அம்மாமி பாணி. யாரம்மா அது யாரம்மா, யாரம்மா അത് யாரம்மா. മുട്ടായി പോലും സൂപ്പർ. നന്നായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്ലേയും എല്ലാം ഗംഭീരമായിരുന്നു. പക്ഷേ ഈ സമയത്തുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ട്. കുഴപ്പമില്ല. എന്നാലും ടോട്ടലി ഇറ്റ് വാസ് ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അശ്വതി മാം മോളെ, ഈ പാട്ട് ഒരു ഡ്യുവറ്റ് അല്ലേ? അത് നന്നായി പാടിട്ടോ. നമ്മൾ ശരിക്കും ആ സൗന്ദരരാജൻ സാറിൻ്റെ ആ വോയിസ് അത് വല്ലാത്തൊരു ഇമ്പാക്റ്റാണ്. സാറിൻ്റെ പാട്ടുകളൊക്കെ ഇപ്പോൾ എന്നടി റക്കമ്മയായാലും ഏത് പാട്ടെടുത്താലും എന്താണൊരു ഗെയിൻ. അദ്ദേഹം സ്റ്റേജിൽ പാടുന്നതും കേൾക്കണം. ഫുൾ ഇമോഷൻസും എക്സ്പ്രഷൻസും ഡ്രാമയും എല്ലാം അങ്ങ് ആ വാരി വെതറും. പാട്ടും നാനേ എന്തൊക്കെ തരം പാട്ടുകളാണ് അദ്ദേഹം പാടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊരു ഉഗ്രൻ സെലക്ഷൻ. മോളെ നന്നായി ചെയ്തു കേട്ടോ. ഈ പാട്ടിൻ്റെ ഇടയിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അച്ചു ഓൾറെഡി മനസ്സിൻ്റെ അകത്ത് ശ്രുതി എവിടെ എത്തും, എവിടം വരെ എങ്ങനെയൊക്കെ പാടാം എന്നാലോചിച്ച് നടക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് മോൾ ഈ പാടുമ്പം രണ്ടാമത് പാടിക്കുമ്പം മോൾക്ക് ആ ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. ആ പെർഫോമൻസ് വരുമ്പോൾ ഒരു ചെറിയൊരു പരുങ്ങലുണ്ട്. അത് ആ പരമശിവൻ എന്ന് പറഞ്ഞ ആ പോർഷനിലൊക്കെ കുറച്ചുകൂടെ ഹൈ അല്ലേ, മോളുടെ ഒരു യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ മോളൊന്ന് കോൺഷ്യസ് ആവുന്നുണ്ട്. അയ്യോ ദൈവമേ ഇത് ശരിയാവുമോ എന്നുള്ളൊരു സാധനം കയറി വരുന്നുണ്ട്. അത് മാറണം. മറിയം സൂപ്പർ, നല്ല വോയിസ് ടോണാണ്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എല്ലാ ഓർക്കസ്ട്രയും എല്ലാവരും കലക്കി അടിച്ച് പൊളിച്ചു. ഓൾ ദി ബെസ്റ്റ്. അഭിനയിച്ച നിങ്ങൾ എല്ലാവരും ഉഗ്രനായിരുന്നു കേട്ടോ. ആ ഫ്രോഡിന്റെ റോള്
സൂപ്പർ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വെക്കാം. ചോദിക്കാം. ഷാനിക്ക. അച്ചു സാർ 8.9. താങ്ക് യു സാർ. താങ്ക് യു. ശരത് സർ. അച്ചു, സാർ അല്ല KV മഹാദേവൻ സാറ് ചെയ്ത വേറെ ഏതെങ്കിലും പാട്ടറിയാമോ? ഒരു ഉഗ്രം കമ്പോസറാണ്, എത്രയോ പാട്ടുകൾ. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഫിലിം പറ. ആ ശങ്കരനെ ഒന്ന് പിടിക്കാൻ എന്ത് കഷ്ടപ്പെടുക. ഏത് ഫിലിം അത്? എല്ലാം ഇങ്ങനെ വല്ലോന്റെ വായി നോക്കിയാണ് പറയുന്നത്. ശങ്കരാഭരണം. ഇപ്പൊ അണ്ണാച്ചി പറഞ്ഞല്ലോ ശങ്കര. ആ. അണ്ണാച്ചി ഒരു 4 ലൈൻ. ആ, ശങ്കരായോ? ആ, തുടങ്ങാം. ആ, 1 2 3 4. ശങ്കരാ നാദ ശരീരാ പരാ വേദ വിഹാരാ ജീവേശ്വരാ ശങ്കരാ നാദ ശരീരാ പരാ വേദ വിഹാരാ ജീവേശ്വരാ ശങ്കരാ. ആഹാ. ഓ, ക്യാ ബാത് ഹൈ. താങ്ക് യു ശരത് സർ. 8.8 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അച്ചുകുട്ടി 8.8 മാർക്സ്. താങ്ക് യു. MG സർ. മായമില്ല, മന്ത്രമില്ല, കപടമില്ല, ഒന്നുമില്ല പറഞ്ഞാൽ മാർക്ക് മാർക്ക്. കൂടുതൽ മാർക്കുണ്ട്. ഓ, താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 26.5. അപ്പൊ എന്തായാലും അച്ചുവിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ചേച്ചി അതേ രീതിയിൽ ഡ്രൈപ്പ് ചെയ്തിട്ട് ഒരു പാലക്കാട്ടുകാരി സ്റ്റൈലിലാണ് ചേച്ചി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കല്യാൺ സിൽക്സിന്റെ കോട്ടൺ ഫെസ്റ്റ് നടക്കാണ്. നിങ്ങക്ക് വൈഫിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. കോട്ടൺ ഫെസ്റ്റ് ആണ്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാവർക്കും അവിടെ കിട്ടും. സൂപ്പർ കളക്ഷൻസ് ആണ്. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്താണ്. ചേച്ചി അവിടെ ഇരിക്കും, അതും കാണണം ശരിക്കും. ചേച്ചി ഒന്ന് ഫ്ലോറിലേക്ക് വന്നേ. അപ്പൊ അതേ നമ്മുടെ പാലക്കാട് സുന്ദരി എത്തിയിരിക്കുകയാണ് കല്യാൺ സിൽക്സിന്റെ കോട്ടൺ സാരിയെ കൊടുത്തിട്ട്. അപ്പൊ എന്തായാലും ചേച്ചി സാരിയെ കൊടുത്ത് വന്നേക്കാണോ, നമുക്കൊരു പെർഫോമൻസ് കാണണം. ചെറുതായിട്ട് മാച്ചിങ് വരുന്നുണ്ട് ശരത് സാറിന്റെ ഷർട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ അച്ഛൻ പെർഫോമൻസ് ഞാൻ പാട്ട് സെയിം നമുക്ക് വേണ്ട, മറ്റേ പാട്ട് ഇറക്കിയാലോ? സുന്ദരി നീയും സുന്ദര ഞാൻ. ചേച്ചിക്ക് ആ ഒരു സുന്ദരനെ മതിയോ 3 സുന്ദരന്മാരെ വേണോ? വേറെ 2 സുന്ദരന്മാരില്ലേ? ഞങ്ങൾ ഇവിടെ അല്ല MG എണ്ണം മതി. അല്ല തൽക്കാലം കണ്ട് ആസ്വദിക്കാം. അണ്ണാച്ചി കേറണ്ണാച്ചി. അപ്പൊ റെഡിയല്ലേ സുന്ദര? റെഡിയല്ലേ? അപ്പൊ സുന്ദരി നീയും സുന്ദരൻ ഞാനും. We are going for take. Silence. Song please. ഞാൻ പ്രിയദർശൻ സാറും ലാലേട്ടനും ശോഭനയും. സെറ്റ്. ഓക്കേ, ഡൺ. Silence. Going for take. Song please. Action. Ready. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സൂപ്പർ. അയ്യോ പോലെ സൂപ്പർ ആയിരുന്നു അല്ലേ? അപ്പൊ ഇനി ഇതുപോലത്തെ പെർഫോമൻസസ് വേണം. തീർച്ചയായിട്ടും. അടിപൊളി അടിപൊളി. ചേച്ചി, ഞാൻ ആദ്യമായിട്ട് സാരിയെ കൊടുത്തു വന്നു. കോട്ടൺ സാരി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. യെസ്. അപ്പൊ നമുക്കൊരു റാമ്പ് വാക്ക് ഇവിടെ പിള്ളേരെയൊക്കെ കൊണ്ട്
എപ്പോഴും നമ്മൾ ചെയ്യിക്കുന്നില്ല. അപ്പൊ എനിക്കൊരാഗ്രഹം. അപ്പൊ ഞങ്ങൾ ഇതാ കല്യാൺ സിൽക്സിന്റെ മോഡൽസ് ആയിരിക്കാണ്. ആഹാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ റാമ്പ് വാക്ക് ചെയ്യാൻ പോവാണ്. അടുത്തതായി നമ്മൾ ലയം ചലഞ്ച് റൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഞാൻ വിളിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അശ്വിൻ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരിത്തരിച്ചു നിന്നു, തെന്നൽ തരിച്ചു നിന്നു. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരിത്തരിച്ചു നിന്നു, തെന്നൽ തരിച്ചു നിന്നു. വിരൽ ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവളരികിൽ വന്നു, വിധുവദനയായി വിവശയായവളുതുങ്ങി നിന്നു, നാണം കുണുങ്ങി നിന്നു. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. തരള ഹൃദയ വികാരലോലൻ തെന്നലവളുടെ ചൊടിമുകർന്നു, തണുവണി തളിർ ശയ്യയിൽ തനു തളർന്നു വീണു, തമ്മിൽ പുണർന്നു വീണു. തരള ഹൃദയ വികാരലോലൻ തെന്നലവളുടെ ചൊടിമുകർന്നു, തണുവണി തളിർ ശയ്യയിൽ തനു തളർന്നു വീണു, തമ്മിൽ പുണർന്നു വീണു. പുലരി വന്നു വിളിച്ച നേരം അവനുണർന്നൊന്നവളെ നോക്കി, അവളടുത്തില്ല
അകലെയെങ്ങോ മറഞ്ഞു പോയി, തെന്നൽ പറന്നു പോയി. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ, വടക്കൻ തെന്നൽ. സവാഷ് സവാഷ്. നൈസ് Good, നൈസ് good, very നൈസ് good. നൈസ്. അശ്വിനെ ചേച്ചി എന്ത് തോന്നുന്നു? എന്തോ തോന്നുന്നു. റിഹേഴ്സലിനൊക്കെ കറക്റ്റ് ആയിരുന്നോ? കുഴപ്പമില്ല, ഉം, വന്നിരുന്നു, താളത്തിൽ വീണിരുന്നു, ഉം. പക്ഷെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. MG സാർ. അശ്വിൻ സാർ അസാധ്യമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. പറയാതിരിക്കാൻ വയ്യ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ താളത്തിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് ശരിയായപ്പോഴത്തേക്ക് ഓ ദൈവമേ രക്ഷപ്പെട്ടു, അവസാനമെങ്കിലും വന്ന് വീഴുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം വന്നപ്പോഴും ഇതുപോലെ കുറച്ചൊന്ന് തെറ്റിപ്പോയി. പക്ഷേ വിഷമിക്കണ്ട കേട്ടോ, ഇവർ എക്സലൻറ്റ് സിംഗർ കേട്ടോ, പറയാതിരിക്കാൻ താങ്ക് യു സാർ. പറ്റും. താങ്ക് യു. ആ പല്ലവി അനുപല്ലവിയും പാടിയത് മനോഹരം എന്നല്ല, അത് അതിനകത്ത് ഒരു തെറ്റുമില്ല, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയത്. ആഹാ, താങ്ക് യു സാർ. താങ്ക് യു. യു ആർ വെരി ടാലൻറ്റഡ്. കാരണം അതിപ്പോൾ നിവൃത്തിയില്ലല്ലേ. ആ. എന്തായാലും അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കരുത്. ഇല്ല. യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, 100%. താങ്ക് യു സാർ. ഒരു വലിയൊരു ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഷാനിക്ക. അശ്വിൻ സാർ അടിപൊളിയായിട്ട് പാടി അശ്വിൻ. താങ്ക് യു സാർ. താങ്ക് യു. ഉഗ്രൻ സോങ് സെലക്ഷൻ, നല്ല സോങ് സെലക്ഷൻ, നല്ല പാട്ട്. ഈ പറഞ്ഞ പോലെ പല്ലവി അനുപല്ലവി ഉഗ്രനായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് മെയിനായിട്ട് പറയുന്നത് അശ്വിൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. വെരി ഗുഡ് കേട്ടോ. ഇതിങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. പിന്നെ ലയം ചാലഞ്ച് റൗണ്ട് ആയത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ സ്വല്പം വീക്കായി പോയി. അത് ഇടയ്ക്ക് ഗ്രൂവിൽ കയറി. തുടക്കത്തിൽ അശ്വിൻ ഒന്ന് പാളി വേറെ അങ്ങോട്ട് പോയി, ഞാനിവിടുന്ന് നേരെ പാറുവിനെ നോക്കി പറയുകയും ചെയ്തു, പോയി. പിന്നെ നേരെ കയറി തിരിച്ച് അപ്പം ഓക്കെ ഇനി അങ്ങോട്ട് അതിൽ പിടിച്ചിട്ടങ്ങ് പോവുമായിരിക്കും. പക്ഷെ പിന്നെയും ഒന്ന് മാറി. പിന്നെ അവസാനമായപ്പോഴേക്കും നമുക്ക് മനസ്സിലായി അത് വലിയൊരു ഡിസ്റ്റൻസാണ് സംഭവിച്ചത്. കുഴപ്പമില്ല, ആ ഒരു സംഭവം ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. ചക്കരെ സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയടാ. താങ്ക് യു സാർ. വണ്ടർഫുൾ. അത് നീ പാടുമ്പോൾ എന്താ അതുകൊണ്ട് ഒരു ആ സോള്, ഒരു ആത്മാവ് കണ്ടറിഞ്ഞാണ് നീ പാടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നെഞ്ചത്തേക്ക് അത് വന്ന് വീഴുന്നത്. അതൊരു വലിയ കഴിവാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ അടുത്ത നാളത്തെ പാട്ടുകാരനാണ്, അതിലൊരു സംശയവുമില്ല. താങ്ക് യു സാർ. നീ വിചാരിക്കണം ഞാൻ പാടുന്നില്ല, നീ വിചാരിച്ചാൽ അല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. നീ പാടിയിരിക്കും, നാളത്തെ പാട്ടുകാരനാണ്, അതിലൊരു സംശയവുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയും, അത് കേട്ടിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മൾ ഈ താളം ലേം റൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് താളവും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പാടുക. അപ്പം നമുക്ക് റിപ്പീറ്റ് അങ്ങ് അവോയ്ഡ് ചെയ്തുകൂടായിരുന്നു, ബുദ്ധിപൂർവ്വം അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് പാടിയാൽ പോരായിരുന്നു. ഇതിപ്പം മൊത്തം അത്രയും ലെങ്ത്, അത് പ്രത്യേകിച്ച് താളം ഏതാണിത് 7/8 മിശ്രജാപ്പിൽ കുറേ ദൂരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൈവിട്ട് പോകും. കുഴപ്പമില്ല, അതൊക്കെ വരും കേട്ടോ, ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല, അത് നമുക്ക് ക്ഷമിക്കാം. നീ അതുവരെ നിൻ്റെ പാട്ടിലൂടെ നീ അതൊക്കെ കവർ ചെയ്തു. സത്യം പറഞ്ഞാൽ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി. ഉഗ്രം പാട്ട് സെലക്ഷൻ, താങ്ക് യു മാം. അസലായിട്ട് പാടി. താങ്ക് യു മാം. താങ്ക് യു. ഇഷ്ടപ്പെട്ട് പാടിയത്. പിന്നെ ഈ ഒരു റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ ആയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അല്ലേ. അവിടെ മാത്രമാണ്. അല്ലെങ്കിൽ അശ്വിൻ ഒരു എന്ത് ബ്യൂട്ടിഫുൾ സിംഗറാണെന്നറിയോ, അത് മനോഹരമായിട്ട് പാടുന്ന സിംഗർ. ഉങ്ക പാട്ട് എനിക്ക് ரொம்ப பிடிக்கும். உங்களுக்கு தெரியுமா? എന്ത് தெரியும்? தெரியும். எனக்கு என்னாச்சு திடீர்னு? நான் உங்களுக்காக ஒரு பாட்டு பாட்டுமா? எனக்காகவா இல்ல அவனுக்காக? அவருக்கும் உங்களுக்கும். ரெண்டு பேருக்கு சேர்த்து. அது வேணாமா, ஏதாவது ஒண்ணு போதும். ஒரு காரியம் சொல்லட்டுமா? முதல்ல நான் ப்ரோக்ராம் பண்ணும்போது நான் எம்ஜி சார் கூட ப்ரோக்ராம் பண்ணேன் ட்ரிவாண்ட்ரம்ல.
Okay. அன்னைக்கு நான் இந்த பாட்டு தான் பாடினேன். அப்போ தமிழ் பேசுனியா? இல்ல, ஓகே, நல்லது. இப்பதான் பேசுறேன். ஆஹா, மச்சான பாத்தீங்களா மலவாழ தோப்புக்குள்ள, மச்சான பாத்தீங்களா மலவாழ தோப்புக்குள்ள, குயிலக்கா கொஞ்சம் நீ பார்த்து சொல்லு, வந்தாரா காணலியே, அவர் வந்தாரா காணலியே, மச்சான பாத்தீங்களா மலவாழ தோப்புக்குள்ள, மச்சான பாத்தீங்களா மலவாழ தோப்புக்குள்ள, குயிலக்கா கொஞ்சம் நீ பார்த்து சொல்லு, வந்தாரா காணலியே, அவர் வந்தாரா காணலியே, வந்தாரா காணலியே, அவர் வந்தாரா காணலியே. சூப்பர். சூப்பர். சமத்து, நல்லா பாடினேன். தேங்க்யூ மேம். லவ் யூ. தேங்க்யூ மேம். ഓക്കെ മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. അശ്വിൻ സാർ, റൗണ്ട് ഇതായതുകൊണ്ട് അത് പാളിപ്പോയതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും കുറച്ചേ പറ്റൂ അല്ല, അറിയാലോ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് അറിയാലോ. 8.8. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. ചക്രേ സാർ 8.9 മാർക്സ്. താങ്ക് യു സാർ. നിനക്ക് നീ അത് താളം ഒരു വിധം ശരിയാക്കിയിരുന്നത് 9.5 ആയിരുന്നു എൻ്റെ മാർക്ക്. ഞാൻ അതും കൂടെ പറഞ്ഞേക്കാം. ഓക്കെ ചേച്ചി. അശ്വിൻ മാം, അത് വളരെ ഖേദത്തോടു കൂടി പറയട്ടെ, 9.5 തന്നെയായിരുന്നു തരാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് 8.7. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. എം ജി സാർ. മക്കളെ അശ്വിൻ കുട്ടാ, എന്തോ സാർ? നിനക്ക് ശരിയായിരുന്നെങ്കിൽ ഞാൻ 10 മാർക്ക് തന്നെ. ശോ. കാരണം അത്ര മനോഹരമായിട്ട് പാടി ആ ഒരു സ്ഥലമാണ് പോയത്. എന്നാലും നല്ല ജിലേബി മാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 26.4. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്. ജഡ്ജസ് പണി കൊടുക്കാൻ റെഡിയാണോ? ഓക്കെ, ഞാൻ വിളിക്കട്ടെ. സഞ്ജയ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവന് നല്ലൊരു പണി കൊടുക്കാം. ഓക്കെ, അപ്പൊ ലയം ചലഞ്ച് റൗണ്ടിൽ പാടാൻ വരുന്നു സഞ്ജയ്. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാ ജലശയ്യയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ. മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ. മനപ്പന്തലിൻ മഞ്ചലിൽ മൗനമായി നീ മയങ്ങുന്നതും കാത്തു ഞാൻ കൂട്ടിരുന്നു അറിയാതെ നിന്നിൽ.
നീർപ്പൈങ്കിളി എന്നുമീ യാത്രയിൽ നിൻ നിഴൽപ്പാടു ഞാനല്ലയോ കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ മിഴിച്ചിരാതിൻ കുമ്പിളിൽ പറന്നു വീഴുമെന്നനുത്ത സ്നേഹത്തിൻ തുമ്പികൾ തുടിക്കുന്ന നിൻ ജന്മമാം ചില്ലുപാത്രം തുളുമ്പുന്നരൻ പ്രാണനാം തൂമരന്തം ചിരിച്ചിപ്പി നിന്നിൽ കണ്ണീർ കണം ഞാൻ ഉഷസന്ധ്യ തൻ നാളമേ നിന്റെ മുന്നിൽ വഴിപ്പൂവു ഞാനോമനേ കളിപ്പാട്ടമായി കണ്ണമേ നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ നെഞ്ചിലെ മോഹമാം ജലശയ്യയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ ഈ ജന്മമേകുന്നു ഞാൻ ഗുഡ് ഗുഡ് ഗുഡ്. സഞ്ജയ് ഓ, എത്ര പേര് കഴിഞ്ഞാലും നമ്മളിപ്പോ ഒരാളത് കറക്റ്റ് ഗ്രിഡിൽ വീഴ്ത്തി വന്നു. അത് കഴിഞ്ഞ് നെഞ്ചൊക്കെ തടവുന്നുണ്ടായിരുന്നല്ലോ. പാറു അല്ല, ഇച്ചിരി പാടി ചാഞ്ചാട്ടം കഴിഞ്ഞ് ഉണ്ടായിരുന്നു. ഈ കളിപ്പാട്ടമായി പാടുന്നതിന് മുമ്പുള്ള എക്സ്പെക്ടേഷൻ പറയടാ, അത് കറക്റ്റ് കിട്ടിയപ്പോ എന്തായിരുന്നു ഒരു ഫീല് പറ. എന്തോ ഒരു സാധന പറയാൻ പറ്റാത്ത എന്തോ ഒരു സാധന വന്നത് മേ എങ്ങനെയുണ്ടായി ഈ റൗണ്ട്? പണി എന്നാണ് ഇതിന്റെ റൗണ്ടിന്റെ പേര്. അതുപോലെ തന്നെ നല്ലൊരു പണിയായിരുന്നു. ലയം ചാലഞ്ച് എന്നാണ് റൗണ്ടിന്റെ പേര്. നമ്മളിട്ട പേരെ അല്ല, മക്കളെ നീ മൃദംഗം വായിക്കുന്നതല്ലേ? അപ്പൊ അതിന്റെ പേര് കാലപ്രമാണം അല്ലേ? മനസ്സിലായോ? എന്താണ് കാലപ്രമാണം എന്ന് വെച്ചാ? കറക്റ്റ് താളത്തില് പോവാ, താളം അങ്ങോട്ടും മാറാതെ കറക്റ്റ് പോവാ. കാലപ്രമാണം റിഹേഴ്സലിനൊക്കെ നിനക്ക് കിട്ടിയിരുന്നോ? ആണല്ലേ. സൂപ്പർ സഞ്ജയ്, അടിപൊളി. ചോദിക്കാം ചേച്ചി. സഞ്ജയ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. ഓ മോനെ, സൂപ്പർ സെലക്ഷൻ. പിന്നെ സഞ്ജയുടെ ഒരു ക്വാളിറ്റി, സഞ്ജയ്ക്ക് ഇത്തരത്തിലുള്ള പാട്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ മിടുക്കുണ്ട്. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു പാടിയത്. ഇതിലാകെപ്പാടെയുള്ളൊരു ചെറിയൊരു പ്രശ്നം എന്നൊന്നും പറയാൻ ഇല്ല, കാരണം എങ്ങനെയൊക്കെയോ 4 കാലിൽ വന്ന് വീണു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ എവിടെയൊക്കെയോ സഞ്ചരിപ്പിച്ചു. ഞങ്ങൾ വിചാരിച്ചു സഞ്ജയ് തീർന്നു, ഇതെവിടെയോ പോന്നു. ആദ്യം ആ താളം ഇട്ടിട്ടിട്ട് പിന്നെ കുറച്ച് വൈകി, കുറച്ച് സ്പീഡ് കൂടി. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങളാണ് ഇവിടെ ശരിക്കും ആ മുൾമുനയിലിരിക്കുകയായിരുന്നു. അയ്യോ, ഇത്ര നല്ല പാട്ട്, എന്ത് ഭംഗിയായിട്ട് പാടുന്നു, കൃത്യമായി തുടങ്ങാൻ പറ്റുമോ എന്നുള്ള ആശങ്കയാണ് മനസ്സിനകത്ത് മുഴുവൻ. പക്ഷെ എന്തോ ഈ ട്രിക്ക് എന്ന് പറയില്ലേ, ഇത് അവിടുത്തെ ട്രിക്കാ. ദൈവത്തിൻ്റെ കൈ കൂടെ ഉണ്ടായിരുന്നു, അനുഗ്രഹം. അത് കൃത്യമായി അവിടെ വന്ന് വീണത്. വലിയ പരിക്കുകളില്ലാതെ ലയം റൗണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഈ പണി പാളിയില്ല. അതെ, ഗോഡ് ബ്ലെസ് യുടാ. ഓർക്കസ്ട്ര നിങ്ങൾ സൂപ്പർ. താങ്ക് യു ചേച്ചി. ശരത് സാർ. സഞ്ജയ് സാറേ, ഉഗ്രം പാട്ട് സെലക്ഷനടാ. ഒരു നിവൃത്തിയില്ലാത്ത ഒരു പാട്ട്. അയ്യോ, വണ്ടർഫുൾ. കാര്യം ഇത് നമുക്കൊക്കെ ഇത് ചെയ്തു തന്നവരോട് നമ്മൾ എങ്ങനെയാണ് നന്ദി പറഞ്ഞ് തീർക്കുന്നത് അറിഞ്ഞൂടാ. അതൊക്കെ അങ്ങനെ ഒരു ഉഗ്രം പാട്ടെടുത്തോണ്ട് വന്ന് പാടിയതിന് താങ്ക് യു സോ മച്ച്. അതേ ഉള്ളൂ, നീ മനോഹരമായിട്ട് പാടി. പിന്നെ നിനക്ക് ഈ ദൈവം എന്ന് പറഞ്ഞൊരാളെ, അത് നമ്മളെയൊക്കെ ചിലപ്പോൾ വട്ടം കറക്കും.
അതുപോലെ ഞങ്ങളുടെ റിലേ പോയടാ സത്യം പറഞ്ഞാൽ. നീ പാടി ഒരു കുറച്ചായപ്പോഴത്തേക്ക് നീ അന്തപ്പെട്ട പോക്കാരുത് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഷാലിനെ നോക്കാൻ വയ്യ, എം ജി അണ്ണനെ നോക്കാൻ വയ്യ, മഞ്ചരിയെ നോക്കാൻ വയ്യാത്ത അത്രയും നമുക്കൊരു ശ്വാസം മുട്ടും. ഒന്നാമത് നീ ഒരു മൃദംഗിസ്റ്റും കൂടാണ്. അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആടി ഒലഞ്ഞ് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് വന്ന താളത്തിൽ അത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള അർത്ഥമാണ്. നമുക്ക് വേണ്ടത് അതാണ്. അത് മതി, വലിയ കാര്യം. അത്രേ ഉള്ളൂ ചക്കരെ. ലവ് യുടാ. താങ്ക് യു സർ. ഷാനിക്ക. സഞ്ജയ് സാറേ അസലായിട്ട് പാടി. താങ്ക് സാർ. ഈ പറഞ്ഞ പോലെ സിംഗിങ് വൈസ് നോക്കുമ്പോൾ ലോ പോർഷൻസ് കളിപ്പാട്ടമായി, പിന്നെ അതുപോലെ മനോവീണ, പിന്നെ ദേവി, ഇതായിരുന്നു അങ്ങനെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയ ഒരു 2-3 ഏരിയ മാത്രം. ബാക്കി ഉഗ്രനായിരുന്നു. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമ. ഒരാളുടെ ലൈഫ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കംപ്ലീറ്റ്ലി മാറുന്ന ഒരു സിനിമ. ഇനി നമ്മുടെ ലയം, അത് എന്റെ പൊന്നളിയാ, അത് എങ്ങനെയാണ് നീ അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊന്ന് എങ്ങനെയൊക്കെയാ ഉള്ളിലുള്ള മൃദംഗിസ്റ്റ് ചിലപ്പോൾ കയറി വന്നതായിരിക്കാം. കാരണം പോയി, നീ അമൃത ഫ്ലോറിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അത് ഫുൾ മ്യൂട്ടായ സമയത്ത് നീ ഇവിടെ പോയി. ശരിക്ക് ഇവിടെ എം ജി സാർ അല്ല മെജീഷ്യൻ, ഇവരൊക്കെയാണ് മെജീഷ്യന്മാര്. നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് സമത്തിൽ വരുന്നത്. ഇവിടുന്ന് അങ്ങ് ഇറങ്ങി നീ വൈറ്റില പോയി, കടവന്തറ കറങ്ങി, പക്ഷെ അവസാനം തിരിച്ച് ഈ ഫ്ലോറിൽ തന്നെ എത്തി നീ. അത് ഭയങ്കര അത്ഭുതമാണ്. കൃത്യസമയത്ത് ഭയങ്കര അത്ഭുതമാണ് സഞ്ജയ്. അത് അങ്ങനെ ഹ്യൂമൻലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിവിടെ കേട്ടോണ്ടിരിക്കുക, മെട്രോണോം എങ്ങോട്ടോ പോകുന്നു, സഞ്ജയ് എങ്ങോട്ടോ പോകുന്നു, പക്ഷെ അവസാനം അത്ഭുതം. അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കരം അവിടെ തലയുടെ മേലെ ഉണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ. നന്നായിട്ട് പാടുകയും ചെയ്തണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എം ജി സർ. സഞ്ജയ് കുട്ടാ, സാറേ മോനിത് പാടിക്കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ ഓർമ്മ ഒരുപാട് ദൂരെ മദ്രാസിൽ AVM G തിയേറ്റർ അങ്ങോട്ട് കയറിയ ഉടനെ ഇടത് സൈഡിലുള്ള റെക്കോർഡിസ്റ്റ് രവി, അവിടെ പൂജാ സോങ് ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഞാൻ പാടിയ ചാച്ചിക്കോ ചാച്ചിക്കോ കൊഞ്ചി 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 കിളിയെ പറന്നുവാ, ആ ഒരു പാട്ട്. അപ്പം ഈ പാട്ട് ഇത് മോൻ പാടുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നത് വേണു നാഗവള്ളി ചേട്ടനെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ഈ കഥയും ബാക്കിയെല്ലാം, ഡയറക്ഷനും എല്ലാം. പിന്നെ അന്ന് മോഹൻലാൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി അന്നൊരു റൂളുണ്ടായിരുന്നു, 7 to 1. 1 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർക്കസ്ട്രയ്ക്ക് ഹാഫ് പേയ്മെന്റോ അങ്ങനെ ബാറ്റ് ഗ്രേസ് ടൈം 15 മിനിറ്റേ ഉള്ളൂ. ഗ്രേസ് ടൈം 15 കഴിഞ്ഞാൽ പണിയാ. അപ്പോൾ രവിചേട്ടനെല്ലാം സെറ്റ് ചെയ്ത് ഇതൊക്കെ വന്നു. അപ്പം ദാസേട്ടന് ഉച്ചയ്ക്കേ വരത്തുള്ളൂ, പകരം ട്രാക്ക് പാടാൻ ഒരാളെ വെച്ച്. അദ്ദേഹം നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം കളിപ്പാട്ടമായി കൺമണി നിന്റെ ഉള്ളിൽ മനോവീണമീട്ടുന്നു ഞാൻ, ഇതാണ് എൻ്റെ പോർഷനിലെ ആഡ്ലിപ്പ് വരും. അപ്പോൾ അതിന് നരഹരി എന്ന് പറഞ്ഞൊരു കണ്ടക്ടറായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കൈ കാണിക്കും, കളിപ്പാട്ടമായി കൺമണി നിന്റെ ഉള്ളിൽ മനോവീണമീട്ടുന്നു ഞാൻ നിർത്തും. ഇത് പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി. ഈ പാടുന്ന പാട്ടുകാരൻ ഈ കൈ കാണിച്ച് തീർത്താലും കളിപ്പാട്ടമായി, പിന്നെ കുറച്ചു നേരം വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്ന് കൺമണി. അപ്പൊ ഈ സമയം കൂടുന്തോറും അപ്പൊ അതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ കറക്റ്റ് ടൈമിങ്ങിൽ നിന്നില്ലെങ്കിൽ ടേക്ക് നമ്പർ 2, പിന്നെ 1 എല്ലാവരും വായിക്കണം. 1:15 5 മിനിറ്റ് മുമ്പ് രവിചേട്ടൻ പറഞ്ഞു മോനിഞ്ഞ പോരെ എന്ന് പറഞ്ഞിട്ട് രവിചേട്ടൻ കയറി പാടി. ഇത് ലാസ്റ്റിൽ പാടിയ രവിചേട്ടനാണ്. പാടി ഓക്കെ ആക്കി റെക്കോർഡിങ് കഴിഞ്ഞ് ഇറങ്ങിയത്. അതൊരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ. മോൻ അസലായിട്ട് പാടി കേട്ടോ, നല്ല രസമായിട്ട് പാടി. ആ ബേസ് പോർഷൻ ഒഴികെ ബാക്കിയെല്ലാം നന്നായിരുന്നു. നല്ല രസമായിട്ട് പാടി. സംഗതികളൊക്കെ സോ ക്യൂട്ട്, വെരി ഗുഡ്. പിന്നെ എന്താണ് ആ ലയം പോർഷൻ എങ്ങനോ കുട്ടി രക്ഷപ്പെട്ടു അല്ലേ? അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മൃദംഗം വായിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവിടെ ഇവിടെയും തട്ടി ഇങ്ങനെ കറക്റ്റായിട്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ലോക്കിൽ വന്ന് വീണു. എന്തായാലും ഒരുപാട് ഓർമ്മകളും രസകരമായിട്ടുള്ള കുറച്ച് സമയങ്ങളും
മോൻ ഞങ്ങൾക്ക് കാഴ്ചവെച്ചതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് വെക്കാം. ചേച്ചി സഞ്ജയ്, ഉം. ഈ പെർഫോമൻസിന് സഞ്ജയ്ക്ക് 9.5. താങ്ക് യു ശരത് സർ. സഞ്ജയ് സാറേ. 9.3. താങ്ക് സാർ. ഷാനിക്ക. 9.3. താങ്ക് സാർ. എം ജി സർ. ഒരു ഗസ് ചെയ്യാം എത്ര? 9.3. അല്ല, അത് പറയാൻ എന്നാ പാടില്ല. അണ്ണ ഇടണ. ഓക്കെ, സോ ടോട്ടൽ 28.1.